കൂരിരുട്ടുള്ള രാത്രിയിൽ കാട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടു. ആ അലർച്ച പേടിപ്പെടുത്തുന്നതാണ്. ചുറ്റും ആൾ താമസം തീരെ ഇല്ല. എങ്കിലും ഈ ശബ്ദം എവിടെ നിന്നാണ്? ദേവ ആവലാതിപ്പെട്ടു. ദേവ രാത്രിയിൽ ആരുമറിയാതെ ഉൾക്കാട്ടിൽ നിന്ന് രക്തചന്ദനത്തിന്റെ വിറകുകൾ ശേഖരിക്കുമായിരുന്നു. ധനാൽ കഴിയുന്ന വിറകുകൾ മരത്തിൽ നിന്ന് അയാൾ ശേഖരിക്കുമായിരുന്നു. ചിലപ്പോൾ ഒരു മരത്തിന്റെ മുക്കാൽ ഭാഗവും അയാൾ വെട്ടും. അതിനായി കയർ, കോടാലി തുടങ്ങിയ സാധനങ്ങളും കരുതിയിട്ടുണ്ടാവും. ഈ ശേഖരിക്കുന്ന മരത്തിന്റെ വലിയ താടികൾ എല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങൾ ആക്കിയാണ് കൊണ്ട് പോവാറുള്ളത്. ആരും അപ്പോൾ ഇയാളെ സംശയിക്കില്ല. ചെറിയ കഷ്ണങ്ങൾക്ക് പുറത്ത് നല്ല വിലയും കാത്തിരിക്കുന്നുണ്ട്. ഒരുവിധം രാത്രികളിൽ ഉൾക്കാടിന്റെ അടുത്ത് തന്നെയായിരിക്കും പോവുക. എന്നാൽ അവിടെ ആകെ കുറച്ചു മരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ദേവൻ രണ്ടും കൽപ്പിച്ചു. ഉൾക്കാട്ടിന്റെ നടുവിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെയും കുറെ പോയി. രക്തചന്ദനത്തിന്റെ മരങ്ങൾ ഒന്നും അവിടെയില്ലായിരുന്നു. എന്തായാലും ഇന്ന് രക്തചന്ദനം കൊണ്ടേ പോവുമെന്ന് അയാൾ നിശ്ചയിച്ചു. കുറെ പിന്നെയും പോയപ്പോൾ അയാൾ മരങ്ങളെ കണ്ടെത്തി. ഒന്ന് രണ്ടൊന്നുമല്ല, നൂറുകണക്കിന് മരങ്ങൾ. ദേവന്റെ കണ്ണ് മഞ്ഞളിച്ചു. ഒരു നിമിഷം വാ പൊളിച്ചു നിന്നുപോയി. പിന്നെ ഓരോ മരങ്ങളായി സാവധാനത്തിൽ വെട്ടിത്തുടങ്ങി. അപ്പോഴാണ് കാടിൽ നിന്നൊരു സ്ത്രീയുടെ ശബ്ദം ദേവൻ കേട്ടത്. അയാൾ തിരിഞ്ഞു നോക്കി. ചുറ്റും ആരെയും കണ്ടില്ല. പെട്ടെന്ന് അയാളുടെ മുന്നിലൊരു മുഖം. അയാൾ അലറിക്കൊണ്ട് ഓടി. പിന്നെ കാണുന്നത് ചോരമുഖത്തായ കുറെ മുഖങ്ങൾ. അവരുടെ കൈയിൽ ഒരു മനുഷ്യശരീരം. അവർ ആ ശരീരത്തെ ആർത്തിയോടെ തിന്നുന്നു. മോളെ, നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇനി അധിക സമയമില്ല. അമ്മ കുറച്ചുകൂടി ഉറങ്ങട്ടെ. എന്നാൽ നീ ഉറങ്ങിക്കോ, ഞാൻ പോവാ. ശരി, ഞാൻ എണീറ്റു. എങ്കിലും അമ്മ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോവാനേ ഇഷ്ടമില്ല. ഈ വീട് അടിപൊളിയായിരുന്നു. പക്ഷെ മോളെ, സ്വന്തം വീട് അല്ലല്ലോ. അമ്മയുടെ കുറെ നാളത്തെ ആഗ്രഹമാണ് നാളെ നടക്കാൻ പോകുന്നത്. സ്വന്തമായ ഒരു വീട്. നിന്റെ അച്ഛൻ സമ്പാദിച്ചതൊക്കെ അച്ഛൻ തന്നെ മുടിപ്പിച്ചു. അച്ഛന്റെ കമ്പനി വളരെ നഷ്ടത്തിലായിരുന്നു. സെക്കൻഡ് പാർട്ടിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.